ഓക്കെ, ഇത് നമ്മുടെ വീഡിയോ നമ്പർ 2, PGBPൻ്റെ വീഡിയോ നമ്പർ 2. സോ ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാർജബിലിറ്റി വെച്ച്. ചാർജബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് PGBP എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ ഇൻകം ചാർജ് ചെയ്യേണ്ടത് എന്നാണ് ചാർജബിൾ സെക്ഷനിൽ എപ്പോഴും പറയാം. നമ്മൾ സാലറീൻ്റെ ചാർജിങ് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്, ഹൗസ് പ്രോപ്പർട്ടീൻ്റെയും ചാർജിങ് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ചാർജബിലിറ്റി ഇതിൽ വരുന്നത് 145(1) എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ടെക്സ്റ്റ് ബുക്കിലില്ല, ബട്ട് ഒന്നിലോട്ട് എത്താൻ വേണ്ടി ഇത് പറഞ്ഞേ പറ്റൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ചാർജബിലിറ്റി 145(1)ലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 145(1)ൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ PGBPയിലെ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ കാര്യം അവർ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഈ സെക്ഷനിൽ തന്നെ. അതായത് ഇൻകം ചാർജബിൾ അണ്ടർ PGBP ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് സെക്ഷൻ 145(2)ൽ പറയുന്ന പ്രൊവിഷൻസിന് വെച്ചിട്ടായിരിക്കണം. ഓക്കെ, ഇതിൽ 145(1)ൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻകം ചാർജബിൾ അണ്ടർ PGBP ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ ഓഫ് 145(2). അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ്റെ ബേസിലാണ് ഇതിൽ ഇൻകം ചാർജ് ചെയ്യേണ്ടത് എന്നാണ് 145(1)ൽ പറഞ്ഞിരിക്കുന്നത്. ബൈ ഹാർട്ട് സ്റ്റഡി ഒന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ 145(2)ൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ SSC ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണോ ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ അക്കോർഡൻസ് ആയിരിക്കണം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ചാർജബിൾ അണ്ടർ ദ സെക്ഷൻ PGBP ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതാണ് 145(2)ൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 145(1)ൽ ഇൻകം ചാർജ് ചെയ്യണമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കണം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ SSC ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ വേണം ഇതിൽ ചാർജബിലിറ്റി വരാൻ. അതുകൊണ്ട് തന്നെ ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത് ഒന്നുകിൽ 2 തരത്തിലാണ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഉള്ളത്. ഒന്ന് ക്യാഷ് ബേസിസും ഒന്ന് മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞിട്ട് 2 അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഉള്ളത്. അപ്പം ഇതിൽ ഏത് സിസ്റ്റത്തിലാണ് നമ്മുടെ SSC അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വരും ഇൻകം ടാക്സിൻ്റെ ചാർജബിലിറ്റി. ഇതാണ് സെക്ഷൻ 145(2)ൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് 2 രീതിയിലുണ്ട്, മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. സോ രണ്ടും നമ്മൾ എടുക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. സോ ഇനി എന്താണ് ഈ മെർക്കൻഡൈൽ സിസ്റ്റം, എന്താണ് ക്യാഷ് സിസ്റ്റം? മെർക്കൻഡൈൽ സിസ്റ്റത്തിൽ ഇത് ക്യാഷ് സിസ്റ്റത്തിലാണെങ്കിൽ ഏതൊരു എക്സ്പെൻഡിച്ചറും ഏതൊരു ഇൻകവും റിസീവ് ചെയ്താൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. ഓക്കെ, ആക്ച്വലി ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കുള്ളൂ. മെർക്കൻഡൈൽ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അക്രൂ ചെയ്യുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്, പ്രീപെയ്ഡ് ആയിട്ടുള്ളത്, അങ്ങനെ വരുന്ന ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ ബേസിലായിരിക്കില്ല നമ്മൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അറിയാത്തവർ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു SSC മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലാണ് അക്കൗണ്ട്സ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കിക്കോളാം. ഇഫ് ദ ബുക്സ് ആർ ക്യാപ്ഡ് ബൈ an SSC ഓൺ ദ ബേസിസ് ഓഫ് മെർക്കൻഡൈൽ സിസ്റ്റത്തിലാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഇൻകം ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ accrued during the previous year is taxable whether it is received during the previous year or in the preceding following previous year. അപ്പോൾ നമ്മൾ ഈ മെർക്കൻഡൈൽ എടുക്കുമ്പോൾ നമ്മൾ ഇൻകം ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അക്രൂ ചെയ്താൽ തന്നെ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ നമ്മൾ എന്ത് ചെയ്യും, അതിന് ടാക്സബിൾ പെർവ്യൂവിൽ കൊണ്ടുവരും. അത് എപ്പോഴാണ് കിട്ടിയെന്ന്, വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് പ്രീവിയസ് ഇയറിൽ റിസീവ് ചെയ്തതായിക്കോട്ടെ, പ്രിസീഡിങ് ഇയർ ആയിക്കോട്ടെ, ഫോളോയിങ് ഇയർ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു ബേസിലാണ് എടുക്കുന്നത്. സോ ഇതൊക്കെ കണക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ 2 സിസ്റ്റം ഉണ്ട്, ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ പ്രോബ്ലം ചെയ്യാന്നുള്ള ഒരു ചെറിയൊരു ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം. അപ്പോൾ ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഇൻകം ആക്ച്വലി കളക്റ്റഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആയിരിക്കും ടാക്സബിൾ. ഓക്കെ, അത് ഏത് ഇയറിൻ്റെയാണെന്ന് ഇവിടെ കൺസിഡർ ചെയ്യൂല. ഓക്കെ, അത് ഏത് ഇയറിൻ്റെയാണെന്ന് ഇവിടെ പ്രശ്നമല്ല.
പ്രീവിയസ് ഇയറിലാണ് കളക്ട് ചെയ്തതെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും, ഇൻകം ടാക്സിൻ്റെ പെർവ്യൂവിൽ കൊണ്ടുവരും. അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ പെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഡിഡക്റ്റ് ചെയ്യും. അത് പാസ്റ്റ് ഇയറിൻ്റെയോ ഫ്യൂച്ചർ ഇയറിൻ്റെയോ ആയാലും നമുക്ക് കുഴപ്പമില്ല. അതാണ് ക്യാഷ് സിസ്റ്റത്തിൻ്റെ ബേസിസ്. ഇതിലാണെങ്കിലോ എക്രൂ ചെയ്താലോ ഒന്നും ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ ടാക്സബിൾ. അത് എപ്പോൾ റിസീവ് ചെയ്തെന്ന് ഇവിടെ നോക്കൂല, ഇവിടെ റിസീവ് ചെയ്തതേ നോക്കൂ. അത് എപ്പോഴും ഉണ്ടായതാണെന്ന് ഇവിടെ ചെക്ക് ചെയ്യില്ല. സോ ഇതാണ് ഇത് രണ്ട് സിസ്റ്റത്തിൽ തമ്മിലുള്ള വ്യത്യാസം. ചെറിയൊരു ക്ലാരിറ്റീൻ്റെ പ്രോബ്ലം ഇവിടെ ഉണ്ടാവും. ബട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ പ്രോബ്ലം പാർട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ അവിടെ തന്നോളാം. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 145(1) എന്ന് പറയുന്ന സെക്ഷൻ, 145(2) എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്, മെർക്കൻഡൈൽ സിസ്റ്റം ആൻഡ് ക്യാഷ് സിസ്റ്റം. ക്യാഷ് സിസ്റ്റത്തിൽ റിസീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടാക്സബിലിറ്റി വരും. ഓക്കെ, അത് എപ്പോഴത്തെയാണെന്ന് നോക്കണ്ട, അത് എപ്പോഴാണ്, അത് പിന്നെ പ്രീവിയസ് ഇയറിൻ്റെ ആണ് ഇപ്പോൾ കിട്ടിയതെങ്കിലും കുഴപ്പമില്ല, സോറി പാസ്റ്റ് ഇയറിൻ്റെ ആണ് ഈ ഒരു ഇയറിൽ കിട്ടിയതെങ്കിലും കുഴപ്പമില്ല. റിസീവ് ചെയ്തത് നമ്മുടെ പ്രീവിയസ് ഇയറിലാണെങ്കിൽ ടാക്സബിൾ. ഇനി ഫ്യൂച്ചറിൽ എന്തോ ആണ് ഈ പ്രീവിയസ് ഇയറിൽ കിട്ടിയതെങ്കിലും നോ പ്രോബ്ലം. ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ്, ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ടാക്സബിൾ ഈ സിസ്റ്റത്തിൽ. ഇവിടെയാണെങ്കിൽ അത് ഓൾറെഡി എക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ. അത് കിട്ടിയത് ഏത് ഇയറിലായിക്കോട്ടെ, പാസ്റ്റിലായിക്കോട്ടെ, പ്രസൻറ്റിലായിക്കോട്ടെ, ഫ്യൂച്ചറിലായിക്കോട്ടെ, അത് എക്രൂ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയറിലാണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ മെർക്കൻഡൈൽ സിസ്റ്റം. സോ ഇതാണ് വ്യത്യാസം. ബാക്കി നമുക്ക് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കാം. ഇനി ഇതിൽ കുറച്ചും കൂടി പോയിന്റ്സിൻ്റെ ക്ലാരിഫിക്കേഷനും കൂടെ പറഞ്ഞേക്കാം. ഇവിടെ നെഗറ്റീവ് ഇൻകം ആണെങ്കിലും, അതായത് PGBP എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് നെഗറ്റീവ് ഫിഗർ കിട്ടും. അപ്പോൾ ലോസും ഏത് അണ്ടറിൽ കവേർഡ് ആണ്, ലോസ് അല്ല. നമുക്ക് അധികം അറിയാം, നമ്മൾ ബാലൻസ് ഷീറ്റ് P&L അക്കൗണ്ട് വരയുമ്പം നെറ്റ് ലോസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ലോസും കൂടെ ഏത് ഹെഡിൽ വരും, നമ്മുടെ PGBPയിൽ വരും. പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിലും നെഗറ്റീവ് ഇൻകം, ദാറ്റ് ഇസ് ലോസ് ഓൾസോ ഈ ഹെഡിൽ വരും. ഓക്കെ, അടുത്തത് നോഷണൽ പ്രോഫിറ്റ് ഈ ഹെഡിൽ വരില്ല. വാട്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്റർ എയുടെ ഒരു ബിസിനസ്, മിസ്റ്റർ എ വിൽക്കുവാണ്, വാട്ട് ഈസ് ദാറ്റ്, എന്തെങ്കിലും ഒരു സാധനം. ആ സാധനം മിസ്റ്റർ എക്ക് തന്നെ വിൽക്കുകയാണ്. 10,000ൻ്റെ സാധനം മിസ്റ്റർ എക്ക് സ്വന്തമായിട്ട് വിൽക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും 12,000-ന്. ഇതിനെന്തിൽ പെടൂല, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയിൽ പെടൂല. അപ്പോൾ എ പേഴ്സൺ കനോട്ട് ഡു ബിസിനസ് വിത്ത് ഹിംസെൽഫ്. ഇയാളോട് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഓർമ്മിക്കും. അടുത്തത് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആണ്. അതും നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യില്ല. ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിലും ഇതിൽ കൺസിഡർ ചെയ്യില്ല. അടുത്തത് ലീഗൽ ബിസിനസ് ആണോ ഇല്ലീഗൽ ബിസിനസ് ആണോ എന്നുള്ളത് PGBP അണ്ടറിൽ ഇൻകം ടാക്സിൻ്റെ പെർവ്യൂവിൽ വരാൻ ഒരു പ്രശ്നമേ അല്ല. ലീഗൽ ബിസിനസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇല്ലീഗൽ ബിസിനസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇൻകം ഏത് ബിസിനസ് എന്നായാലും അത് എന്തിൽ ചാർജബിൾ ആണ്, PGBPയിൽ ചാർജബിൾ ആണ്. ഓക്കെ, സോ അടുത്തത് മേർജ്ഡ് എന്നുള്ളൊരു പോയിൻ്റാണ്. എന്താ മേർജ്ഡ് എന്ന് ഞാൻ എഴുതിയെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ പഠിച്ചില്ല, എല്ലാം കൂടെ ഒരുമിച്ച് മേർജ് ചെയ്തിട്ടുള്ള സംഭവം. സോ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകവും ഇവിടെ മേർജ് ചെയ്യുക, കമ്പൈലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ കമ്പൈൽ ചെയ്തിട്ട് നമ്മൾ ഈ ഹെഡിൽ കൊണ്ടുപോയി കാണിക്കണം. ഓക്കെ, പ്രൊഫഷൻ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, അയാൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ, സെവറൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ, എല്ലാ ബിസിനസ്സിനുള്ളിൽ എല്ലാ പ്രൊഫഷനുള്ളിലും ഇൻകം മേർജ്ഡ് ആയിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കണം. നെക്സ്റ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഈ SSC പ്രീവിയസ് ഇയറിൽ ക്യാരി ഔട്ട് ചെയ്തതായിരിക്കണം. ഓക്കെ, നമ്മൾ 21-22 അല്ല അസസ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഈ ബിസിനസ് എപ്പോൾ റൺ ചെയ്ത ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കണം 2021, അല്ലെങ്കിൽ എപ്പോൾ കണ്ടക്ട് ചെയ്ത പ്രൊഫഷൻ്റെ പ്രോഫിറ്റ് ആയിരിക്കണം 2021. സോ പ്രീവിയസ് ഇയറിൽ ക്യാരി ഔട്ട് ചെയ്ത ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിരിക്കണം. ഓക്കെ, ഇതിലും കുറേ എക്സംഷൻസ് വരുന്നുണ്ട്, ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഉണ്ടെങ്കിൽ മാത്രം പറയും. പ്രീവിയസ് ഇയറിലല്ല, നമുക്ക് പ്രീവിയസ് ഇയറിലല്ലാണ്ട് സം എക്സംഷൻ. ദാറ്റ് മീൻസ് ബിസിനസ് പ്രീവിയസ് ഇയറിലല്ല ക്യാരി ഔട്ട് ചെയ്തതെങ്കിലും
ഇതിൻ്റെ പെർവ്യൂവിൽ വരും. ചില കേസസ് അതിലുണ്ട്. ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇതെടുത്ത് പറഞ്ഞത്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിൻ്റെ മുകളിലാണ് ഇതിൽ ചാർജബിലിറ്റി വരുന്നത്. ബട്ട് ചില കേസിൽ അങ്ങനെ നോക്കൂല, അവിടെ എക്സംഷൻസ് ഉണ്ട് എന്നുള്ള ഒരു ബോധവും മനസ്സിലുണ്ടായിരിക്കണം. സോ ഇത് ജസ്റ്റ് ഒരു ജനറൽ പോയിന്റ്സ് ആയിട്ട് ഓർമ്മിച്ച് വെക്കണം. അടുത്തത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിലോട്ട് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഭവമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കണ്ടക്ട് ചെയ്യാൻ ഡേ ടു ഡേ ആയിട്ട് നമ്മളത് ക്യാരി ഔട്ട് ചെയ്യാൻ നമുക്ക് കുറേ റവന്യൂ എക്സ്പെൻഡിച്ചർ വരും അല്ലേ, കുറേ ചിലവുകൾ വരും. അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോങ് ടേം ഈ ക്യാപിറ്റൽ അസറ്റ് വാങ്ങിക്കുക അങ്ങനെ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഫിക്സഡ് അസറ്റൊക്കെ വാങ്ങിക്കുമല്ലോ. സോ അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇത് നമ്മൾ ലാസ്റ്റ് തൊട്ട് ഇത് നിങ്ങൾക്ക് ഉണ്ട് പഠിക്കാം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരുപാടുണ്ട്. അതും നമ്മൾ തിയറിക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്രാമത്തെ ചാപ്റ്ററാണ് ഞാനതിൽ എഴുതിയെന്ന് ഓർമ്മയില്ല. ആ ചാപ്റ്റർ വരുമ്പോൾ അതെടുക്കും കേട്ടോ. സോ ഇത് മനസ്സിലാക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി ഡേ ടു ഡേ ഉണ്ടാകുന്ന എക്സ്പെൻസ് റവന്യൂ എക്സ്പെൻഡിച്ചറും ലോങ് ടേം നേച്ചറായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഓൾറെഡി കുറേ ഡിഡക്ഷൻസ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ, കുറേ ലെസ് ചെയ്യാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് എന്ത് ചെയ്യും, കുറയും. അപ്പം ഈ റവന്യൂ നമ്മൾ ചിലവ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്കത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നോ ഡിഡക്ഷൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ കിട്ടും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ കിട്ടൂല. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറക്കും, ഇത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റൂല. പക്ഷേ ഇൻകം ടാക്സ് റൂൾ പ്രകാരം ചില ഐറ്റംസിന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നിങ്ങൾക്കിതിന് ഡിഡക്ഷൻ കിട്ടൂല. അങ്ങനെ പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, സോ ഇൻകം ടാക്സ് പ്രത്യേകം നിങ്ങളോട് റൂളായിട്ട് പറയുന്നത് ഇങ്ങനെ വരുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാം. ബട്ട് ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഒരുപാട് സെക്ഷൻസ് ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരും ഏതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാന്നൊക്കെ ഉള്ളത്. ഇനി അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റൂല. ബട്ട് ചില ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകം ടാക്സ് പറയും ഡിഡക്റ്റ് ചെയ്തോളൂ. അങ്ങനെ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനെ റൂൾസ് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഇവിടുന്ന് ഡിഡക്ഷൻ കിട്ടും. സോ ദിസ് ഇസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്തത് എക്സ്പെൻഡിച്ചർ നമുക്ക് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഇത് ബിസിനസ് റിലേറ്റഡ് തന്നെ ആയിരിക്കണം. നമ്മൾ അസസ് ചെയ്യുന്ന ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ഉണ്ടല്ലോ, നമ്മൾ ഈ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുമല്ലോ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലേ. ഇതെന്താ സംഭവം, ഭാവിയിൽ ബാഡ് ഡെറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അത് ആൻറ്റിസിപ്പേറ്റഡ് ലോസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും നമുക്ക് എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നോഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇപ്പോൾ റെൻറ്റ് ഓണർ തന്നെ ഓണറിന് റെൻറ്റ് കൊടുക്കുക. ഓണറിൻ്റെ ബിൽഡിങ്ങിലാണ് ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഓണറിന് റെൻറ്റ് കൊടുക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഡിഡക്ഷനിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ എന്ത് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ ഡിഡക്ഷൻ കാണിക്കുന്നത് അതിനൊക്കെ ഉള്ള പ്രൂഫ് നമ്മുടെ SSCൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകും മുമ്പേ ഓർമ്മിച്ച് വെക്കണം. ഇവിടെ ഇതിൻ്റെ ഒരു ഫൊമാറ്റ് കാണാം. ഇതിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഫൊമാറ്റ് പറയാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇവിടെ നമ്മൾ എടുക്കുക P&L അക്കൗണ്ട്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതായത് P&L അക്കൗണ്ടിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മളിവിടെ എടുക്കുക. അപ്പോൾ P&L അക്കൗണ്ടിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു ഇൻകം ടാക്സുകാർക്ക് അത് അത്ര ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് കുറേ സാധനം തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. തിരിച്ച് ആഡ് ചെയ്യുമ്പം പ്രോഫിറ്റ് കൂടും. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി എക്സ്പെൻഡിച്ചറൊക്കെ അവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പല എക്സ്പെൻഡിച്ചറും. ഓക്കെ, ഇപ്പം ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എഴുതുക, ഡൊണേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല വൃത്തിക്കറിയാം ഫോമാറ്റ്. ബട്ട് ഇവിടെ ഞാൻ
ഇവിടെ അതിൻ്റെ കയ്യിൽ മനസ്സിലാക്കുക. ഓക്കെ, ഡൊണേഷനൊക്കെ കൊടുത്താൽ നമ്മൾ ഇവിടെ എഴുതും, P&L അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറിൽ ഇവിടെ എഴുതും. ഇവിടെ എഴുതി കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കുറച്ച് കുറയുകയും ചെയ്യും അല്ലേ. ഇവിടെ ഐറ്റംസ് കൂടുന്നതിനനുസരിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് കുറയും. ബട്ട് ഈ ഡൊണേഷൻ ഒന്നും ഇൻകം ടാക്സുകാർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഡൊണേഷൻ ഇങ്ങനെ ഇടുന്ന നമ്മൾ ഓൾറെഡി ഇത് ലെസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും ഇവിടെ എഴുതിയതുകൊണ്ട്. അപ്പോൾ നിങ്ങളോട് പറയും നെറ്റ് ഡൊണേഷൻ ഉണ്ടോ നിങ്ങളെ P&L, ദെൻ ആഡ് ബാക്ക്, തിരിച്ച് ആഡ് ബാക്ക് ചെയ്തോ, ഇതൊന്നും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കാണിച്ചോ, ഡൊണേഷൻ അടച്ചുകൊണ്ട് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് ഇത് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, നോ, ഇറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ, ഇതൊന്നും പറ്റൂല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് തിരിച്ച് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള റൂൾസ് ഉണ്ട്. സോ പേഴ്സണൽ എക്സ്പെൻസ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പെൻസ് ഇവിടെ ഡിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പം നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ ഇൻകം ടാക്സുകാർ അതൊന്നും അലോ ചെയ്യില്ല. ഇൻകം ടാക്സ് പറയും തിരിച്ചിതിൻ്റെ കൂടെ അതൊക്കെ ആഡ് ബാക്ക് ചെയ്തു, ഇതൊന്നും നമ്മൾ അനുവദിച്ച് തരൂല. ഇറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. അഡ്മിസിബിൾ, ഇൻഅഡ്മിസിബിൾ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ PGBPയിൽ ഉപയോഗിക്കുക. അതായത് നെറ്റ് പ്രോഫിറ്റ് ഇത് അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചറാന്ന് പറഞ്ഞാൽ ഇതിന് ഡിഡക്ഷൻ കിട്ടും. ഇറ്റ് ഇസ് നോട്ട് ഇൻഅഡ്മിസിബിൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഡിഡക്ഷൻ കിട്ടില്ല. അതും കൂടെ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമാണ്. ഇതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. കുറേ സാധനം ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ നോക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ ഇത് കഴിയുമ്പോഴേക്ക് ഇതിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു 90% സാധനമെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം. അത് കഴിയുമ്പോൾ നോക്കാം. ഓക്കെ, ലെസ് അതേപോലെ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ചില ഐറ്റംസ് ലെസ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ ചില ഇൻകം അലൗഡ് ആയിരിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില എക്സ്പെൻസ് നമുക്ക് അലൗഡ് ആയിരിക്കും, പക്ഷെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടാവില്ല. നമുക്ക് ഓൾറെഡി ഡിഡക്ഷൻ പറ്റുമായിരിക്കും, ബട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് തിരിച്ച് ആഡ് ബാക്ക് ലെസ് ചെയ്യും. നമുക്ക് ഓൾറെഡി എക്സ്പെൻസ് കിട്ടണമായിരുന്നു, പക്ഷേ നമ്മളത് P&L അക്കൗണ്ടിൽ എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് പ്രോഫിറ്റ് അത്രയും കുറക്കാൻ പറ്റും ഇവിടെ എഴുതിയിട്ട്. സോ എന്നിട്ട് ലാസ്റ്റ് കിട്ടുന്ന കുറേ സാധനം ആഡ് ചെയ്യുക, കുറേ സാധനം ലെസ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ കുറേ സാധനം വഴിയെ നിങ്ങളെ കയ്യിൽ ഇതിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഭാഗമെങ്കിലും കിട്ടിക്കോളും. ഓക്കെ, സോ എപ്പോഴും മനസ്സിലാക്കണം. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഞാനിപ്പോൾ പറഞ്ഞു എന്ത് കിട്ടൂല, ഡിഡക്ഷൻ കിട്ടൂല. അപ്പോൾ P&L അക്കൗണ്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ തിരിച്ച് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കാണിക്കാം. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കാണിക്കണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയുള്ള സംഭവമാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു വൻ സംഭവമൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. സോ ഇത് ഓർമ്മിച്ച് വെക്കുക. ജസ്റ്റ് ഫോമാറ്റ് മാത്രം ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഇത് എവിടെ നിന്നാണോ കിട്ടിയ, ഇത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ, ഭാഗ്യം, ഇത് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, സോ സി ഇവിടെ ഡിഡക്റ്റബിൾ ലോസസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഡക്റ്റബിൾ ലോസസ് എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ കിട്ടുന്ന ലോസ്. ഇതാ ഒരു പേജ് ഫുള്ളായിട്ട് അവർ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഫുൾ മാർക്ക്. ഇത് അടുത്തത് സം എക്സാമ്പിൾസ് ഓഫ് ലോസസ് നോട്ട് ഡിഡക്റ്റബിൾ. ലോസ് ആണെങ്കിലും ഈ പറയുന്ന ലോസ് ഒന്നും നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വന്ന് വായിക്കും. ഇതൊക്കെ നമ്മൾ ഏകദേശം നല്ല ധാരണയും ഉണ്ടായിരിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഞാനിപ്പോൾ പറയാത്തത് എനിക്കതിന് നിങ്ങൾക്കതിന് മീൻസ് ഈ പാഠത്തിലോട്ട് നിങ്ങൾ വന്നതെന്ന് എനിക്ക് തോന്നും ആ സമയം. അതായത് കുറച്ചും കൂടി വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്ന് ഇതൊക്കെ നമ്മൾ വായിക്കും. ഇത് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ഫുൾ ബൈ ഹാർട്ട് സ്റ്റഡി ഒന്നും വേണ്ട. പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ ഓക്കെ ആവും. സാലറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫസ്റ്റ് ലാസ്റ്റിലത്തെ ഇല്ലുസ്ട്രേഷനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമ്മളിങ്ങനെ ഓരോ കോൺസെപ്റ്റ് പഠിച്ച് അതിലെത്തുമ്പോൾ പഠിച്ച കുട്ടിയൊക്കെ അറിയാം പറ്റുന്നുണ്ട്. എല്ലാം ഒന്ന് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നറിയാം. അതേപോലെ തന്നെയാണ് PGBP കേട്ടോ. സോ ഞെട്ടണ്ട, വഴിയെ നമ്മൾ അങ്ങോട്ട് എത്തും. കുറേ പ്രൊവിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊവിഷൻസ് നമുക്ക് വായിക്കേണ്ട കാര്യമാണ്. സോ അതും നമ്മൾ വായിച്ചോളും. ഓക്കെ, സോ ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഡിഡക്ഷൻ അലൗബിൾ അഗെയിൻസ്റ്റ് ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം. അതായത് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ കിട്ടും. ഇത് പ്രത്യേകം റൂളിൽ എടുത്ത് പറയുന്ന ഡിഡക്ഷൻസ് ആണ്. ഓക്കെ, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇന്ന ഡിഡക്ഷൻസ് നമുക്ക് PGBP എന്ന് പറയുന്ന ഹെഡിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് സെക്ഷൻ നമ്പർ 30. സ്റ്റാർട്ടിങ് സെക്ഷൻ 30 നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ
നമുക്ക് PGBP എന്ന് പറയുന്ന ഹെഡിന്ന് നമ്മുടെ ഇൻകം നെറ്റ് പ്രോഫിറ്റ് കുറച്ച് കാണിക്കാൻ നമുക്ക് കുറേ ഡിഡക്ഷൻസ് കിട്ടും. ആ ഡിഡക്ഷൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഓരോന്നും ഇപ്പോൾ സെക്ഷൻ 30 ഞാൻ പറയുമ്പോൾ സെക്ഷൻ 30 മാത്രം ശ്രദ്ധിക്കുക, അതെന്താന്ന് മാത്രം മനസ്സിലാക്കുക. ഇതൊക്കെ എങ്ങനെ PGBP എന്ന് പറയുന്ന ആ ഫുൾ ഹെഡിൽ ഇൻകത്തിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഇപ്പോഴേ അതിനെ പറ്റിയിട്ട് ബോധേഡാവണ്ട. ഇപ്പം എന്താണോ ഞാൻ പറയുന്നത് അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഏകദേശം ജനറൽ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം. PGBPയിൽ നെറ്റ് പ്രോഫിറ്റ് തരും, അതിൽ നിന്ന് കുറേ ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം എന്നുള്ള ബോധം മാത്രം വെക്കുക. അതിനുശേഷം ഞാൻ എന്താണോ ഓരോ ടോപ്പിക്സ് പറയുന്നത് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോഴേ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. സോ വാട്ട് യു ആർ സ്റ്റഡിങ്, ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. ഓക്കെ, സോ നൗ യു ആർ സ്റ്റഡിങ് section number 30. So your full concentration on section number 30. Section number 30 ബിസിനസ് ആണ് സാധനം ആണല്ലോ. ബിസിനസ് ആയാൽ എന്തുണ്ടാവും? രാമനായാൽ സീതവേണം പറയുന്ന പോലെ ബിസിനസ് ആയാൽ വാട്ട് വി നീഡഡ്, ഒരു ബിൽഡിങ് വേണം, റൈറ്റ്? ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഫുൾ ഓൺലൈനല്ലടോ. ഓക്കെ, എനിവേ നമ്മൾ പാവങ്ങൾ. സോ ബിൽഡിങ് വേണമെന്ന് വെച്ചോ. സോ ബിൽഡിങ് നീഡഡ് ആണ്. സോ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിന് എന്ത് വേണം? റെൻറ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും, കെട്ടിട നികുതി ടാക്സ് കൊടുക്കേണ്ടി വരും, മുനിസിപ്പൽ ടാക്സ് കൊടുക്കേണ്ടി വരും, റിപ്പയർ ചെയ്യേണ്ടി വരും, ബിൽഡിങ്ങിന് നമ്മൾ ഇൻഷുറൻസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ് അല്ലേ? ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുക, ബിൽഡിങ്ങിൻ്റെ റേറ്റ് കൊടുക്കുക, ബിൽഡിങ്ങിന് ടാക്സ് കൊടുക്കുക, ബിൽഡിങ്ങിന് റിപ്പയർ ചെയ്യുക, ബിൽഡിങ്ങിന് ഇൻഷുറൻസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഇത് ഇങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ അയാൾ ഇൻകർ ചെയ്താൽ ഇതിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് അലൗഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് അലൗഡ്. ഓക്കെ, അലൗഡ് അല്ലെങ്കിൽ അഡ്മിസബിൾ ആണ്. അപ്പോൾ ബിൽഡിംഗ് ആയിരിക്കണം, റെൻറ്റ് റേറ്റ് ആയിരിക്കണം ബിൽഡിങ്ങിൻ്റെ, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ടാക്സ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ റിപ്പയർ, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ സെക്ഷൻ നമ്പർ 30ൻ്റെ മെയിൻ തിങ്. ബട്ട് ഇതിൽ കണ്ടീഷൻസ് ഉണ്ട്. ഈ സാധനം, ഈ ബിൽഡിങ് എന്തിനുപയോഗിച്ചായിരിക്കണം? ബിസിനസ് ഓർ പ്രൊഫഷൻ ഉപയോഗിച്ചതായിരിക്കണം. ഓക്കെ, 2 പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന മിസ്റ്റർ എ. ഈ പ്രൊപ്പറേറ്റർ സ്വന്തമായിട്ട് റെൻറ്റ് പേ ചെയ്താൽ അതിനെ നമ്മൾ എന്താ വിളിക്കാം? നോഷണൽ റെൻറ്റ്. ഇത് നമുക്ക് അഡ്മിസബിൾ അല്ല, അലൗവബിൾ അല്ല, ഡിസലൗഡ് ആണ്. ഓക്കെ, പക്ഷേ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, പാർട്ട്നേഴ്സ്, നമ്മൾ ഫേമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം പാർട്ട്നേഴ്സ് വരും. പാർട്ട്നേഴ്സ് മിസ്റ്റർ എ, മിസ്റ്റർ ബി, മിസ്റ്റർ സി ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരൊരു പാർട്ട്ണർഷിപ്പ്, ഒരു ഫേം കണ്ടക്ട് ചെയ്യുക, ഒരു ഫേം റൺ ചെയ്യുകയാണ്. ഇത് ഒരു ബിൽഡിങ്ങിലുള്ള, ഈ ബിൽഡിംഗ് മിസ്റ്റർ എൻ്റെ ആണെങ്കിൽ അപ്പോൾ മിസ്റ്റർ എക്ക് ഇവരെന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. ഇത് അഡ്മിസബിൾ ആണ്. സോ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ വരുമ്പം പാർട്ട്ണറിൻ്റെ ബിൽഡിങ്ങിനാണ് ഈ ഫേം എങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെൻറ്റ് അഡ്മിസബിൾ ആണ്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അഡ്മിസബിൾ അതായത് അലൗഡ് ആണ്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് പ്രൊപ്പറേറ്ററിൻ്റെ കേസിൽ ഇത് നമുക്ക് പറ്റില്ല. ഓക്കെ, അടുത്തത്. ഓക്കെ, നമ്മളിവിടെ റിപ്പയർ എന്നുള്ളൊരു സാധനം പറഞ്ഞു. ഈ റിപ്പയറിനെ പറ്റി പറയുവാണെങ്കിൽ റിപ്പയർ കറണ്ട് റിപ്പയർ ആയിരിക്കണം. ഈ റിപ്പയർ ചെയ്തത് കൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിൽ പുതുതായിട്ട് ഒരു അഡ്വാൻറ്റേജും ഉണ്ടാകാൻ പാടില്ല. ഓൾറെഡി ഉള്ള ബിൽഡിങ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള റിപ്പയർ മാത്രമേ നമുക്കിവിടെ അലൗവബിൾ ഉള്ളൂ, അനുവദിച്ച് തന്നിട്ടുള്ളൂ, ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് അസറ്റ്, അല്ലെങ്കിൽ പ്രിസേർവ് ചെയ്യാൻ, ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രിസേർവ് ചെയ്യാൻ മാത്രം. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും പുതിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിപ്പയർ ആണെങ്കിൽ അതിന് അവരെന്ത് ചെയ്യില്ല? അലൗവബിൾ അല്ല. ഓക്കെ, സോ പോയിന്റ് മനസ്സിലൊക്കെ. ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ അതൊന്ന് നല്ല വൃത്തിയാക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ റിപ്പയർ. ബട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് ബിൽഡിങ് നമ്മൾ കുറച്ചും കൂടി പുതുക്കി വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷനൊക്കെ വെച്ച് പണിയുവാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടൂല? ഡിഡക്ഷൻ കിട്ടൂല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും പോയിന്റ് ഓർമ്മിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ടാക്സ് എന്നുള്ള കാര്യം പറഞ്ഞ് ഇതിൽ മുനിസിപ്പൽ ടാക്സ് ഒക്കെയാണ് വരിക. മുനിസിപ്പൽ ടാക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ക്യാഷ് ബേസിസിൽ മാത്രമേ അലൗ ചെയ്തുള്ളൂ. ആ ക്യാഷ് ബേസിസിൽ അലൗ ചെയ്യുന്ന എക്സ്പെൻസ് നമ്മൾ സെക്ഷൻ 43B പറയുന്നുണ്ട്. ഓക്കെ, എക്സ്പെൻഡിച്ചർ നമ്മളെ മെർക്കൻറ്റൈൽ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ അക്രൂ ചെയ്താൽ അല്ലെങ്കിൽ ഇൻകർ ചെയ്താൽ അപ്പം തന്നെ നമുക്ക് ഈ ഒരു പർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റും.
പക്ഷേ ചില സാധനങ്ങൾ ക്യാഷ് ബേസിസിൽ മാത്രമേ എടുക്കാവുന്ന ഇൻകം ടാക്സ് കട്ട് റൂൾ പറയുന്നുണ്ട്. സോ അങ്ങനത്തെ കേസിൽ ആ സാധനങ്ങൾ നമുക്ക് അക്രൂവലിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് അങ്ങനെയുള്ള ഒരു ബേസിലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് എങ്ങനെയേ എടുക്കാൻ പറ്റുള്ളൂ, അത് ക്യാഷിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ മുനിസിപ്പൽ ടാക്സ് ആണ്. നമ്മളതറിയാം, ഡ്യൂ ബേസിസിൽ നമ്മൾ എടുത്തിട്ടുമില്ല. നമ്മൾ എന്ത് ബേസിസിലാണ് എടുത്ത? ക്യാഷ് ബേസിസിൽ. അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ നമ്പർ 43B. അത് നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുക. ഓക്കെ, അതും കൂടെ ഓർമ്മിക്കുക. സോ നമുക്ക് അക്രൂവൽ ബേസിസിലും കിട്ടാണ്ടൊന്നുമില്ല, ബിക്കോസ് മർക്കൻഡൈൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അക്രൂവൽ ബേസിസിൽ കിട്ടും. ബട്ട് ചില സാധനങ്ങൾ ക്യാഷ് ബേസിസിലേ എടുക്കാവുന്ന ആര് പറയുന്നുണ്ട്? സെക്ഷൻ 43B. അവിടെ വെച്ചിട്ട് നമ്മൾ അത് ഏതൊക്കെയാണെന്ന് പഠിക്കും. അപ്പോൾ ഈ സാധനം സെക്ഷൻ 30 ഓക്കെയാണ്. ഒന്നും കൂടെ ഒന്ന് വീഡിയോ വേണമെങ്കിൽ കേൾക്കാം. സലാമിനെ പറയാൻ മറന്നുപോയി. സലാമി മീൻസ് ലംസമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടൂലേ ബിൽഡിങ്ങിൻ്റെ സമയത്ത്. സോ അതിനാണ് വിളിക്കുക. ബിൽഡിങ് റെൻറ്റിന് എടുക്കുന്ന സമയത്ത് നമ്മൾ വലിയൊരു ഫിക്സഡ് ആയിട്ട് ലംസം എമൗണ്ട് കൊടുക്കും. അതിനാണ് നമ്മൾ സലാമി എന്ന് വിളിക്കുക. ഇതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സിലൂടെ ഓടിപ്പോവാം. ഇത് ഞാൻ പറഞ്ഞതാണ്. മുനിസിപ്പൽ ടാക്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡിഡക്ഷൻ കിട്ടും. ഇൻഷുറൻസ് പ്രീമിയത്തിന് ഡിഡക്ഷൻ കിട്ടും. ഓണർ സ്വന്തമായിട്ട് റെൻറ്റ് പേ ചെയ്താൽ ഡിഡക്ഷൻ കിട്ടൂല. ബട്ട് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടും എന്നുള്ളത് പോയിന്റ്. ഇത് സലാമി ഡിഡക്ഷൻ നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ, പിന്നെ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ അസസി ടേക്ക് എ ബിൽഡിംഗ് ഓൺ റെൻറ്റ്. ഓക്കെ, ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇയാളൊരു ബിൽഡിംഗ് എടുത്ത് ഇയാൾ പകുതി ഭാഗം വേറൊരാൾക്ക് റെൻറ്റിന് കൊടുത്ത്, സബ്ലെറ്റ് എന്ന് പറയാം. ഓക്കെ, ഒരാൾ വാടകയ്ക്ക് എടുത്ത് അത് വീണ്ടും ആ ടെനൻറ്റ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ സബ്ലെറ്റ് എന്ന് പറയാം. അതിൻ്റെ ഒരു പാർട്ട് സബ്ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ ഇതിന് കൊടുക്കുന്ന റെൻറ്റ് 10,000. അപ്പോൾ നമുക്ക് ഇതിന് 10,000 ആണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. ബിസിനസ് പർപ്പസിനുള്ള റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. ബട്ട് ഇങ്ങനെ സബ്ലെറ്റ് കൊടുത്തിട്ട് ഇയാൾക്ക് എത്ര പൈസ കിട്ടുന്നുണ്ടെന്ന് വെച്ചോ, 4,000 റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ 4,000 നിന്ന് മൈനസ് ചെയ്യുക. 6,000 മാത്രമേ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റൂ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മാത്രം പഠിക്കുക. ബിൽഡിംഗ് ടാക്സ് പെയ്ഡ് ടു ദ ഗവൺമെൻറ് ഇസ് ടാക്സബിൾ. സോ സെക്ഷൻ നമ്പർ 30 ഓവർ. നൗ സെക്ഷൻ നമ്പർ 31. അത് ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രൊഫഷണലിൽ ഉപയോഗിക്കുന്ന മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചറിനെ പറ്റിയാണ്. ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾ അയാളുടെ ആ ഒരു പർട്ടിക്കുലർ തിങ്ങിന് വേണ്ടി മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ ഫർണിച്ചർ യൂസ് ചെയ്യുമ്പോൾ അതിനയാൾ ചിലവാക്കുന്ന റിപ്പയറിനും അതിനയാൾ ചിലവാക്കുന്ന കൊടുക്കുന്ന ഇൻഷുറൻസിനും സെക്ഷൻ 31 പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഇറ്റ് ഈസ് അലൗവബിൾ. ഓക്കെ, റിപ്പയറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കറണ്ട് റിപ്പയർ ആയിരിക്കണം, റവന്യൂ നേച്ചർ ആയിരിക്കണം. റവന്യൂ നേച്ചറിന് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് അതായത് ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ദി മെഷീനറി ഇൻ ദാറ്റ് പർട്ടിക്കുലർ വേ. ഓക്കെ, അതേപോലെ ആ പർട്ടിക്കുലർ എക്സിസ്റ്റിനെ പോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ, മെയിൻറ്റെയിനിങ് ദ വേ ആസ് ഇറ്റ് ഈസ്. അതെങ്ങനെയാണോ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചോളെ, മെഷീനറീൻ്റെ കേസ് ആകുമ്പോൾ നമുക്ക് ചില ഫാക്ടറിയിലൊക്കെ വലിയ മെഷീനറീസ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ചിലപ്പോൾ ഇതൊരു പാർട്ടാണെന്ന് വെച്ചാൽ മെഷീനറി ഇതാണ്. ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് 2 lakh ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൻ്റെ വില തന്നെ 1,20,000 ആയിരിക്കും. അതായത് ഈ മെഷീനറീൻ്റെ വില കൂട്ടിയ ഈ ഒറ്റ പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ടിന് എന്തെങ്കിലും സംഭവിച്ചു, ഓക്കെ, മെഷീനറിൻ്റെ ഈ പാർട്ട് നമുക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഇവിടെ വരും അല്ലേ. റിപ്പയർ ചെയ്യണമെങ്കിൽ ഈ പർട്ടിക്കുലർ പാർട്ട് പോയി, ഇത്ര പൈസേൻ്റെ സാധനം ഈ പർട്ടിക്കുലർ മൊത്തം ഈ സാധനത്തിനാകെ 2 ലക്ഷം ഉള്ളൂ. അതിൽ ഈ ഒരു പാർട്ടിന് തന്നെ 1,20,000 വില. അപ്പോൾ ഈ സാധനം അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ നമുക്കിത് ചേഞ്ച് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ചേഞ്ച് ചെയ്യാൻ 1 lakh rupees എടുത്തുന്നത്. ഇത് ഹെവി എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. റിപ്പയറിന് ഒരു ഹെവി എക്സ്പെൻഡിച്ചർ അവിടെ വരുന്നത്, റൈറ്റ്. 2 ലക്ഷത്തിൻ്റെ മെഷീനറിയിൽ 1 ലക്ഷം തന്നെ റിപ്പയറിന്. സോ ഇറ്റ് ഈസ് എ ഹെവി എക്സ്പെൻഡിച്ചർ. ഈ ഹെവി എക്സ്പെൻഡിച്ചറും നമുക്ക് അലൗവബിൾ ആണ്. അതാണ് ഇവിടെ തെറ്റ്. വലിയ എമൗണ്ട് കാണുമ്പോൾ നിങ്ങൾ സംശയിക്കും. ബട്ട് ഹെവി എക്സ്പെൻഡിച്ചർ ഇസ് ഓൾസോ അലൗവബിൾ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഈ ഹെഡിൽ മക്കളെ റിപ്പയറും ഇൻഷുറൻസും മാത്രമേ ഉള്ളൂ. ഇത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. റെൻറ്റിനെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ടാക്സ് ഒന്നും വേണ്ട. റെൻറ്റിനെ പറ്റി
ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടില്ല. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അത് സെക്ഷൻ നമ്പർ 37 അത് പറയാം. അപ്പോൾ ഇവിടെ അത് പറഞ്ഞിട്ടില്ല, അത് ഓർമ്മിക്കാം. നമ്മുടെ ഒരു വലിയൊരു പോർഷൻ ഡിപ്രിസിയേഷൻ ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഡിപ്രിസിയേഷൻ റിലേറ്റ് ചെയ്ത് 3 മാർക്കിൻ്റെ കുറേ പ്രോബ്ലംസ് ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യും.